നമസ്കാരം, ഞാൻ ബൈജുൻ നായർ. പുലി വരുന്നേ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ ആ പുലി വന്നിരിക്കുകയാണ്. ആ പുലിയുടെ പേരാണ് മാരുതി ഈ വിറ്റാര. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വിറ്റാരയുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കാം. നമ്മുടെ ഈ വാഹനപ്രിയരായ ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർ നാട്ടിൽ വന്നാൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം മുടങ്ങി കിടക്കുന്ന കാറിൻ്റെ ഇൻഷുറൻസ് ആദ്യം തന്നെ അങ്ങ് അടയ്ക്കും. എന്നിട്ട് അവർ വണ്ടി പുറത്തേക്ക് എടുക്കും. കാരണം വാഹനം തട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നല്ല പൈസ പോകുന്നുള്ളവരെ അറിയാമല്ലോ. പക്ഷേ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. വാഹനം എപ്പോൾ വേണമെങ്കിലും തട്ടാം. അതിലും റിസ്ക്കാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യം എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ അറിയുന്ന എത്രയോ പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അവർ ഇപ്പോൾ മരിക്കുമെന്ന് മുൻകൂട്ടി ചിന്തിച്ചിരുന്നു. അവരും ചിന്തിച്ചിരുന്നില്ല, നമ്മളും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എല്ലാ പ്രവാസികളും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിനിപ്പോൾ അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല. മാസം 679 രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകൾ പോലുമുണ്ട്. ഇതെടുത്തതിന് ശേഷം പ്രവാസി മരണപ്പെട്ടാൽ 2 കോടി രൂപ പോലെയുള്ള വലിയ തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ആ തുക അവരുടെ ഭാവിയിലെ ചിലവുകൾക്കായിട്ട് ഉപയോഗിക്കാം. പലരും ഇതിനൊക്കെ വില കൂടിയ ലൈഫ് ഇൻഷുറൻസിൽ എടുത്തു വെച്ചിട്ടുണ്ടാകും. പക്ഷേ എന്തുകൊണ്ടും നല്ലത് ചിലവ് കുറഞ്ഞ വലിയ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസുകളാണെന്നുള്ളൊരു സംശയമില്ല. അങ്ങനെ വിലക്കുറവിൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകളെല്ലാം ഒരു സ്ക്രീനിൽ തന്നെ ഒത്തുനോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ ഇന്ത്യയിൽ നിന്ന് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 35% വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ്. ഇനി പ്രീമിയം നിങ്ങൾ വർഷാവർഷം ഒരുമിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ 5% വരെ വീണ്ടും ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യും. ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും. പ്രവാസികൾ നാട്ടിൽ ഭൂമി വാങ്ങുന്നതിനും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കുക. അതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ വീണ്ടും നമ്മൾ ഈ വിറ്റാരയിലേക്ക് കടക്കുകയാണ്. എന്താണ് മാരുതി ഈ വിറ്റാരയുടെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാരുതി എന്ന ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ വാഹന നിർമ്മാണ കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് മോഡൽ എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മാരുതി സുസുക്കി ഈ ഒരു മേഖലയിലേക്ക് കടക്കാത്തതെന്ന്. കാരണം മാരുതിയാണ് ഇന്ത്യയിലെ എല്ലാ വാഹന സെഗ്മെൻറ്റുകൾക്കും തുടക്കമിടുന്ന ഒരു കമ്പനി. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രിക് വാഹന യുഗമായെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് മാരുതിയല്ലേ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നൊരു ചോദ്യമായിരുന്നു ഇതുവരെ ഉയർന്നുകൊണ്ടിരുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഈ വാഹനം. നിങ്ങൾക്കറിയാവുന്ന പോലെ വളരെ കാലമായി, എനിക്ക് തോന്നുന്നു 2 വർഷമെങ്കിലുമായി ഈ വിറ്റാര പല തവണയായിട്ട് മാരുതി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ട്. EVX എന്നുള്ള പേരിലൊക്കെ നേരത്തെ തന്നെ ഇത് കാണിച്ചിരുന്നു. അതിനുശേഷം ഈ വിറ്റാര എന്നുള്ള പേര് വന്നു. ഇപ്പോൾ 2025 ജനുവരിയിലെ ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി ഷോയിൽ ഈ വാഹനം കാണിച്ചു. അതിനുശേഷം എന്തുകൊണ്ടാണ് വരാത്തൊരു ചോദ്യം ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു പുതിയ ടെക്നോളജിയിലേക്ക് വരുന്നത് കൊണ്ട്, മാരുതി ആയതുകൊണ്ട് വളരെ കാലമെടുത്ത് അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല ഗംഭീരമായൊരു പ്രൊഡക്റ്റ് സാധാരണ കൊണ്ടുവരാറുള്ളൂ. അതുകൊണ്ടായിരിക്കും മാരുതിക്ക് ഈ വിറ്റാര കൊണ്ടുവരാൻ ഇത്ര സമയമെടുത്തെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മാരുതി അങ്ങനെ കൂട്ടിയും കഴിച്ചും കാലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ EV വിപ്ലവം വന്നു കഴിഞ്ഞു എന്നുള്ളൊരു മറ്റൊരു ദുരന്ത യാഥാർത്ഥ്യമാണ്. മഹീന്ദ്ര ആയാലും ടാറ്റ ആയാലും BYD, MG അങ്ങനെ കമ്പനികളെല്ലാവരും തന്നെ ഇഷ്ടം പോലെ മോഡലുകൾ കൊണ്ടുവന്നപ്പോൾ ഈ വാഹനത്തിന് ഇനി എന്ത് പ്രസക്തി എന്നൊരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രസക്തി തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ വാഹനമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രസക്തി. എങ്കിൽ പോലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും റേഞ്ചിൻ്റെ കാര്യത്തിലായാലും ചാർജിങ് ടൈമിൻ്റെ കാര്യത്തിലായാലും എല്ലാം വിപ്ലവകരമായ മാറ്റമാണ് ഈ ഒരു 2 കൊല്ലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2 കൊല്ലം മുമ്പ് മാരുതി കൺസീവ് ചെയ്ത ഈ വാഹനം എത്രത്തോളം ഇതൊക്കെയായിട്ട് പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വാഹനം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ചെറിയ ഒരു വാഹനമാണല്ലോ എന്നുള്ളൊരു തോന്നലാണ്. ഒരു വലിയ EV വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് നോക്കിയിട്ട് പറയുമോ ഇത്രയും ചെറിയൊരു വണ്ടി വേണ്ടാന്ന്. പക്ഷേ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഈ വാഹനത്തിന് വലിയ വലിപ്പമുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ കാണുമ്പോൾ വളരെ വലിപ്പമുണ്ടെന്ന് തോന്നിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ അതേ ഡയമെൻഷൻസാണ് ഈ വാഹനത്തിന്. അതായത് 2700 മില്ലിമീറ്റർ വീൽ ബേസും 4.8 മീറ്റർ നീളവും ഒക്കെ ഒരു വലിയ വാഹനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു രൂപകൽപ്പനയുടെ പ്രത്യേകത ഉണ്ടായിരിക്കാം. കാഴ്ചയിൽ ചെറിയ വാഹനമായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ചും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കാരണം ഞാൻ മാരുതിയുടെ ആദ്യത്തെ EV വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാരത് മൊബിലിറ്റി ഷോയിൽ നമ്മൾ ഈ വാഹനം കാണുന്നത്. കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചോ വേണ്ട, കാരണം ഞാൻ ഉദ്ദേശിച്ച് കുറച്ചുകൂടെ വലിയൊരു വാഹനമാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് ഞാനൊരു വീഡിയോ പറയുകയും ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് മാരുതിൻ്റെ ഡയമെൻഷനൊക്കെ പുറത്ത് വിട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് ക്രെറ്റ EVയുടെ അതേ വലിപ്പം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ രൂപം ചെറുതാണല്ലോ എന്ന് വെച്ച് വാങ്ങിക്കാതിരിക്കേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റേഞ്ചാണല്ലോ. 543 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് ബാറ്ററി പാക്കിൽ റേഞ്ച് പറയുന്നത്. മോശമല്ല. എങ്കിൽ പോലും 550 മുകളിലേക്കൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മഹീന്ദ്ര EVകളൊക്കെ പറയുന്ന റേഞ്ച്. അങ്ങനെ പറയുമ്പോൾ ഒരല്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ രാവിലെ ഈ വാഹനം കിട്ടിക്കഴിഞ്ഞപ്പോൾ 92% ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഏതാണ്ട് ഇതിനടുത്തൊക്കെ തന്നെ റേഞ്ചിൽ
കാണിക്കുന്നുണ്ട്. 92% ബാറ്ററി ചാർജ് ഉള്ളപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ റേഞ്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വിറ്റാര എന്നാണ് പേരെങ്കിലും മാരുതിയുടെ വിറ്റാരയും ഒന്നും യാതൊരു ബന്ധവുമില്ല. അതായത് ബ്രസയുമായിട്ടോ അങ്ങനെയൊന്നും യാതൊരു ബന്ധവുമില്ല. പൂർണ്ണമായിട്ടും മാരുതി ഒരു EV തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹാർടെക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഹാർടെക് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് വന്ന മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ എല്ലാം പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലൊരു കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് പൂർണ്ണമായും ഒരു EV പ്ലാറ്റ്ഫോം അല്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെ പറയാൻ 2 കാരണങ്ങൾ കൂടി പറയാം. ഒന്ന്, ഇതിനൊരു ഫ്രണ്ട് സ്പേസ് ഇല്ല. ഒരു പൂർണ്ണമായും EV പ്ലാറ്റ്ഫോം ആണെങ്കിൽ മുൻഭാഗത്ത് ബോണറ്റിൻ്റെ അകത്തൊരു ഫ്രണ്ട് സ്പേസ് കാണാനുള്ള സാധ്യത അതില്ല. 2, ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട് മൗണ്ടഡാണ്, ഫ്രണ്ടിലെ ആക്സിൽ മൗണ്ടഡാണ്, അല്ലാതെ ബാക്കിലല്ല. അപ്പോൾ പൂർണ്ണമായും EV പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഈ 2 കാര്യങ്ങൾ സംഭവിച്ചതിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തായാലും അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരു EVക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു ഹാർടെക് പ്ലാറ്റ്ഫോം മാറ്റിയെടുത്തായിരിക്കാം. പല കാര്യങ്ങളും നമുക്ക് നോക്കാറുണ്ട്. അതിൽ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മാരുതി വലിയൊരു വെല്ലുവിളി നേരിട്ടു ഈ വാഹനം ഡിസൈൻ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കുമ്പോഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം EVകളുടെ കാര്യത്തിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെ EVകളുടെ കാര്യത്തിലും എല്ലാം ഫുള്ളി ഫീച്ചർ റിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും രൂപത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ EVകളുടെ കാര്യത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഹീന്ദ്ര ആയാലും, മഹീന്ദ്രയുടെ EVകളായാലും, അതുപോലെ തന്നെ ഇപ്പോൾ ടാറ്റ സിയറയുടെ EV വരാൻ പോകുന്നു. അതെല്ലാം ഈ സാമ്പ്രദായികമായ വാഹനങ്ങളുടെ രൂപത്തിൽ നിന്ന് വലിയൊരു മാറ്റത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറേയൊക്കെ സാമ്പ്രദായികം അല്ലെങ്കിൽ പരമ്പരാഗതം എന്നൊക്കെ വിളിക്കാവുന്ന രൂപമുള്ള ഈ വിറ്റാര എത്രത്തോളം ജനങ്ങളുടെ കണ്ണിൽ പെടും എന്നുള്ളതും കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ കാര്യമായി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം മാരുതി സുസുക്കി ആദ്യമായിട്ട് EV കൊണ്ടുവരുമ്പോൾ ഞാൻ വാങ്ങിക്കും എന്ന് കരുതുന്ന ധാരാളം ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു റിവ്യൂ സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ കുറേ കമ്പിയും കോലും അതുപോലെ ഇവിടെയൊക്കെ കത്തിച്ചിട്ടെന്തോ സാധനങ്ങളൊക്കെ കാണുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തെ ന്യൂ ഇയർ ഈവിൻ്റെ പരിപാടികൾ ഇവിടെ നടന്നതാണ്. നമുക്കറിയാലോ, ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറഞ്ഞ വലിയ പരിപാടിയുണ്ട് ഈ ഒരു ന്യൂ ഇയർ ഈവിന്. അതിൻ്റെ ഒരു ചെറു രൂപ ഇവിടെ കത്തിച്ചാണ്. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കത്തിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ തെറ്റുണ്ട്. അതായത് 4.8 മീറ്റർ നീളമെന്നാണ് ഞാൻ പറഞ്ഞത്. 4.3 ആണ് കേട്ടോ. 4.3 മീറ്റർ നീളവും 1.8 മീറ്റർ വിഡ്ത്തും 1.6 മീറ്റർ ഹൈറ്റും ഒക്കെ ഉള്ള വാഹനമാണ്. ഇത് 2700 മില്ലിമീറ്ററാണ് വീൽ ബേസ്. 185 മില്ലിമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. എന്ന് പറഞ്ഞാൽ പക്ക ഇന്ത്യക്ക് ചേരുന്നൊരു വാഹനമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1.8 ടണ്ണാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഒരു മുഖം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരിക്കലും മാരുതിയുടെ സ്ഥിരം രൂപത്തിൽ നിന്ന് വലിയൊരു ഡിപ്പാച്ചർ മാരുതിയുടെ വാഹനങ്ങൾ വരാറില്ല. ഇതിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന സുസുക്കി എന്നുള്ള വലിയൊരു ലോഗോയാണ്. അതിനൊരു ഇവിടെ ഈ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് നെടുനീളത്തിലുള്ള ആ ഒരു LED സ്ട്രിപ്പ് ഇതിൽ കൊടുത്തിട്ടില്ല. അതിപ്പോൾ പൊതുവെ എല്ലാ EVകളുടെ ഒരു രൂപമാണല്ലോ, അത് കൊടുത്തിട്ടില്ല. വളരെ ഗംഭീരമായ LED ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അതാണ് ഡേ ടൈം റണ്ണിങ് ലാമ്പ്. അതിൻ്റെ രൂപമൊക്കെ രസമാണ്, ഓടി വരുമ്പോഴൊക്കെ രസമാണ്. അതിന് നടുവിലായിട്ടാണ് LED ഹെഡ് ലാമ്പ് കാണുന്നത്. അതുപോലെ താഴെയായിട്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, പക്ഷേ താഴെയായിട്ട് എയർ ഡാമിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. കൂടാതെ LED ഫോഗ് ലാമ്പും താഴെ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ വളരെ ഹെവിനെസ് നമുക്ക് മുൻഭാഗത്ത് ഫീൽ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റ് ലൈനാണ്. അതൊക്കെ നല്ല ഹെവിനെസ് തോന്നിക്കുന്നുള്ളൊരു സംശയമില്ല. എങ്കിൽ പോലും ഫുള്ളി ക്ലോസ്ഡ് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വിളിക്കേണ്ടത്. മുൻഭാഗത്തിന് ഒരു ഭംഗിയാണോ അതോ എന്താ പറയേണ്ടത്, ഈ ഒരു മാരുതിയുടെ സ്ഥിരം രൂപമായതുകൊണ്ട് തന്നെ ഒരു ഭംഗി വ്യത്യസ്തമായിട്ട് നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ലാത്ത രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏറ്റവും താഴെയായിട്ട് കുറേ സെൻസേഴ്സും അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ മറ്റ് ക്യാമറകളും സാധനങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ സ്ഥിരം EVകളുടെ ഒരു പൊതുരൂപത്തിൽ പെടുന്ന കാര്യങ്ങളാണിപ്പോൾ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ കനത്ത ക്ലാഡിങ്ങാണ് നമ്മൾ കാണുന്നത്. അതാ മുൻഭാഗത്ത് ബമ്പറിൻ്റെ തുടർച്ച പോലെ അങ്ങനെ ക്ലാഡിങ് അങ്ങനെ പോവാണ്. ഇവിടെ 18 ഇഞ്ച് എയറോ വീലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻ്റർനാഷണൽ സ്പെക്കിലേക്ക് പോകുമ്പോഴത്തേക്കും 19 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് എയറോ വീൽ ആ ഒരു രൂപകൽപ്പന തന്നെയാണ്. സീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ വിറ്റാര എന്ന് പറയുന്ന ഇനി ലോകം മുഴുവൻ വിൽക്കാൻ പോകുന്ന സുസുക്കിയുടെ ആദ്യത്തെ ഈ ഒരു EV എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് നിർമ്മിക്കാൻ പോകുന്നുള്ള കാര്യമാണ്. അത് ലോകം മുഴുവൻ പോകാൻ പോകുന്നത് ഇവിടുന്നാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ത്യയിൽ ഇപ്പോൾ 2 വീൽ ഡ്രൈവ് വന്നിട്ടുള്ളെങ്കിലും ഇവിടെ തന്നെ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാൻ പോകുന്ന ഈ വിറ്റാരയിൽ 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടയർ സൈസിലൊക്കെ മാറ്റം ഉണ്ടാകും. പക്ഷേ അതെല്ലാം നിർമ്മിക്കപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇവിടെയാണ് ഇവിടെ നമ്മുടെ ചാർജിങ്
സ്ലോട്ട് കൊടുത്തിരിക്കുന്നു. അത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒട്ടും മുഴച്ച് നിൽക്കാതെ ഇതുമായിട്ട് ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തങ്ങനെ പോകുന്നുണ്ട്. വശക്കാഴ്ചയിൽ നമ്മൾ കാണുന്ന പ്രധാനമായിട്ടും ഉരുട്ടിയെടുത്ത രൂപകൽപ്പന, അതായത് ആ ഒരു ബോൾഡ്നെസ് തോന്നുന്ന രീതിയിലുള്ള ബോഡി ലൈനുകളും മറ്റുമാണ് ഇവിടെ ഉണ്ടത്. ഇവിടെ താഴ്ന്നൊരു ബോഡി ലൈനുണ്ട്, അതുപോലെ താഴെയായിട്ട് ഹെവി ക്ലാഡിങ്ങും കൊടുത്തിരിക്കുന്നു. ഈവികളുടെ വ്യത്യസ്തമായ രൂപമേ ഒരിടത്തും ഇല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എല്ലാം ഒരു പക്ക ഒരു സാധാരണ ഒരു ഹാച്ച് ബാക്കിൻ്റെയോ സഡാൻ്റെയോ ഒക്കെ രൂപത്തിലേക്കാണ് മാരുതി ഇതിനെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ അല്പം മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അതുപോലെ ഇവിടെയാണ് സി പില്ലറിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതും ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റൈലാണല്ലോ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ആ വീൽ ആർച്ച് പിന്നിലേക്ക് വരുന്നു. വളരെ കനത്ത ക്ലാഡിങ്ങും പിന്നിലേക്ക് അതേപോലെ തന്നെ പോരുകയാണ്. പിൻഭാഗം കുറച്ചൊന്ന് ഒരു മൈൽഡ് ആക്കിയിട്ടുണ്ട്. അതായത് മുൻഭാഗത്തെ ഹെവിനെസ് അത്രയ്ക്ക് അധികമൊന്നും പിന്നിൽ ഫീൽ ചെയ്യുന്നില്ല. തരക്കേടില്ലാത്തൊരു പിൻഭാഗം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അവിടെ ഷാർഫിൻ ആൻറ്റിനെയും ഇൻഡിക്കേറ്റർ സ്പോയിലറും ഇതുപോലെ ഹൈ മൗണ്ടഡ് ഒരു സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, വൈപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ മുൻഭാഗത്ത് വേണ്ടെന്ന് വെച്ചാൽ ആ ഒരു LED സ്ട്രിപ്പ് അത് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ ഈ വിറ്റാര എന്നുള്ള ബാഡ്ജിങ്ങും മറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമ്മൾ മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു ഹെവി ഒരു ബമ്പർ സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ വാക്കിങ്ങിന് വരുന്ന ആൾക്കാർ രാവിലെ അലറി വിളിച്ച് ശ്വാസകോശം എന്താണ് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ വിറ്റാരയുടെ ബൂട്ട് സ്പേസ് നോക്കാം. ഇതാ 306 ലിറ്റർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ പ്രശ്നം എന്ന് വെച്ചാൽ മാരുതി ഇപ്പോഴും ഈ വാഹനത്തിൻ്റെ ചില സ്പെക്കുകളൊന്നും വെളിവിട്ടിട്ടില്ല. അപ്പോൾ ഭയങ്കര സ്പെക്കുലേഷൻസാണ്. ചില സ്ഥലങ്ങളിലൊക്കെ 236 ലിറ്റർ ആണെന്ന് പറയുന്നു, മറ്റു സ്ഥലത്തൊക്കെ 306 ലിറ്റർ ആണെന്ന് പറയുന്നു. എന്തായാലും കാഴ്ചയിൽ നോക്കിയിട്ട് 300 ലിറ്ററിൻ്റെ മുകളിലേക്ക് തോന്നുന്നുണ്ട്. എന്ന് തന്നെയല്ല, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ആ ഒരു സിംഗിൾ സീറ്റ് നമ്മൾ മുന്നിലേക്ക് നീക്കിയിട്ടിരിക്കുകയാണ്. അതിനങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൂടെ ഉണ്ട്, പിന്നിലേക്കും ബാക്കിലേക്കും നീക്കാം. അങ്ങനെ ഈ 3 സീറ്റുകളും, അതായത് 3 പോർഷൻ ഓഫ് ദ സീറ്റ്സും മുന്നിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ 500 ലിറ്ററിലധികം ബൂട്ട് സ്പേസ് കിട്ടും എന്നാണ് പറയുന്നത്. അത് പക്ഷേ അത്രയും മുന്നിലേക്ക് ഇരിക്കുക സാധ്യമല്ല. മുൻഭാഗത്തെ സീറ്റിൽ കാല് തട്ടും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 350 ലിറ്റർ ബൂട്ട് സ്പേസ് വരെ മാക്സിമം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മോശമല്ല എന്നേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സെഗ്മെൻറ്റിലെ പല വാഹനങ്ങളും വെച്ച് നോക്കുമ്പോൾ അല്പം കുറവാണെങ്കിലും മോശമല്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഒരു ഫുൾ സൈസ് സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് മാരുതി എന്നുള്ള കാര്യമാണ്. അതാണ് താഴെ കാണുന്നത്. എന്നിട്ടും ഇത്രയും ബൂട്ട് സ്പേസ് കണ്ടെത്തിയത് മോശമല്ല എന്ന് പറയാം. എന്തായാലും ഫുള്ളി ഫോൾഡ് ചെയ്യാൻ വേണമെങ്കിൽ ബാക്കിലെ സീറ്റുകൾ, ബാക്കിൽ ആളിരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൂടുതൽ സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. പിന്നെ ഇവിടെ മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അല്പം ഉയർന്ന ഒരു പ്രൊഫൈലുള്ള വാഹനമായതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. താഴ്ന്ന പ്രൊഫൈലല്ല ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ, ബൂട്ടിൻ്റെയൊക്കെ ആ ഒരു രീതിക്ക്. പിന്നെ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റിയുടെ ബാഡ്ജിങ് കാണുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൊരു ഗംഭീര മ്യൂസിക് സിസ്റ്റമുള്ള ഇൻഫിനിറ്റിയാണ്. അതിൻ്റെ സബ് വൂഫർ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നു. അതാണ് ഈ കാണുന്നത്. പിന്നെ ചെറിയ കൊളുത്തുകളും മറ്റുമുണ്ട്, സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി, തൂക്കിയിട്ടൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ തന്നെയാണ് പിൻഭാഗത്തെ പറ്റി പറയാനുള്ളത്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് കമ്പയർഡ് ടു ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ ഒരല്പം കുറവാണെന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ വിശേഷങ്ങളെന്ന് പറയാവുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാവുന്നത്, ഒരു എക്സൈറ്റിംഗ് രൂപമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ വാഹനത്തിൽ നിന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന EVകളെല്ലാം തന്നെ നമ്മൾ അമ്മോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു രൂപ ഭംഗിയോടുകൂടിയാണ് വരുന്നത്. രൂപ അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപത്തോടുകൂടിയാണ് വരുന്നതെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മാരുതിയുടെ അതേ രൂപത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റ് കാഴ്ചയിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ മാരുതിയുടെ വാഹനങ്ങൾ ഒരു കാലത്തും രൂപത്തിൽ നമ്മളങ്ങനെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിക്ടോറസ് ആയാലും നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്. വിക്ടോറസ് ഒന്നും അങ്ങനെ കാഴ്ചയിലൊരു വാവ് ഫാക്ടർ എന്നുള്ളൊരു വാഹനമല്ല. മാരുതിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ്, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലും രൂപത്തിൻ്റെ വ്യത്യസ്തത നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുക. മാരുതി സുസുക്കി എന്ന് പറയുന്ന കമ്പനിയെ വിശ്വസിക്കുക, അതേ പറയാനുള്ളൂ. എന്തായാലും ഓടിച്ച് നോക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് മുമ്പ് ഇൻറ്റീരിയർ കാണണം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ മാരുതി എനിക്ക് തോന്നുന്നു ഒരു പുതിയ ബലേനോ വന്ന കാലം തൊട്ടാണ് മാരുതി കാര്യമായ രീതിയിൽ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മാറ്റമാണ്. ഗംഭീരമായ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും വീണ്ടും ഞാൻ പറയുകയാണ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പല EVകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കര സംഭവമായിട്ട് നമുക്കിതും തോന്നുന്നില്ല. എങ്കിൽ പോലും മാരുതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം ഗംഭീരമായ ഇൻറ്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അത് കാണാം.
എന്തായാലും എക്സ്റ്റീരിയർ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പരമ്പരാഗത സ്വഭാവം ഉണ്ടെങ്കിലും ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ പാടെ മാറിയിട്ട് തകർപ്പൻ ഇൻറ്റീരിയറാണ്. അതായത് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളിലെ ഏറ്റവും ഗംഭീരമായ ഇൻറ്റീരിയറും തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം. ഒരു യൂറോപ്യൻ ഫീലൊക്കെ തോന്നുന്ന രീതിയിലുള്ള അത്രയും ഗംഭീരമായ ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിലും ഗംഭീരമെന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ വീണ്ടും പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പുള്ള സ്ക്രീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ടാബ്ലറ്റൊക്കെ പോലുള്ള സ്ക്രീനൊക്കെ ചൈനക്കാരൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് കാണുമ്പോഴത്തേക്കും കുറച്ച് പഴയ ഒരു ലുക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. എങ്കിൽ പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടാൻ ബ്രൗൺ ഫിനിഷ്. ഇത് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു ഫിനിഷാണ്. AC വെൻറ്റുകളുടെയൊക്കെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മളധികം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യമാണ്. സാധാരണ ഇപ്പോൾ എല്ലാ സ്ക്രീനിലും ഒതുക്കുന്ന കാരണം നമ്മൾ മൊത്തം സ്ക്രീനിൽ നോക്കി കണ്ടുപിടിക്കേണ്ട സ്ഥിതിയാണെങ്കിൽ ഇവിടെ വോളിയം കൺട്രോൾ നമുക്ക് ഫിസിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ AC-യുടെ കൺട്രോളുകളും നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഫിസിക്കൽ സ്വിച്ചാണ്. ഇതിനതൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ സോൺ പോലുമല്ല. പക്ഷേ ഈ സെഗ്മെൻറ്റിലെ മറ്റ് EV-കളിലൊക്കെ ഡ്യുവൽ സോണിലൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ആ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്ന പൊസിഷനിങ്ങും നല്ല ഗംഭീരമാണ്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത്, 2 കപ്പ് ഹോൾഡേഴ്സ്. അപ്പം വാഹനം പോലെ തന്നെ കാഴ്ചയിൽ എക്സൈറ്റിംഗ് അല്ലാത്ത രീതിയിലുള്ള സ്ഥിരം കീ ഫാബാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മാരുതിയിലെ ഏത് വാഹനം വാങ്ങിച്ചാലും ഇത് തന്നെ കിട്ടും. EV-ക്കും അത് തന്നെ കൊടുത്തിരിക്കുന്നത്. വളരെ മോശമായിപ്പോയി. ഞങ്ങളുടെ ആ പാവപ്പെട്ട കോമറ്റിൻ്റെ പോലും കീ ഫാബൊക്കെ എന്ത് രസമെന്ന് നോക്കി. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്ക്, ഈ പ്ലാസ്റ്റിക്കൊക്കെ പൊളിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് ഇന്നലെ വന്ന വാഹനമാണ്. ഇവിടെ ഇൻഡസിൻ്റെ യാർഡിലേക്ക് ഞാൻ ഇന്നലെ ഇൻഡസിൻ്റെ ഡയറക്ടർ എൻ്റെ സുഹൃത്ത് അഫ്സലിനെയും എൻ്റെ മറ്റൊരു സുഹൃത്തായ ഇവിടുത്തെ മാരുതി സുസുക്കിയുടെ റീജിയണൽ മാനേജർ അരുൺ പ്രസാദിനെയൊക്കെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി ഇന്ന് വെളുപ്പിനെ എടുത്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങളൊന്നും പൊളിച്ച് കളയാൻ പോലും സാധിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഗംഭീരമായി സെൻട്രൽ കൺസോളിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഫിനിഷുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ആ ഒരു സംഭവമൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷും ഈ കാണുന്ന ടാൻ ബ്രൗണും എൻ്റെ ഇടയ്ക്കുള്ള അല്പം മങ്ങിയ ഈ ഒരു അലുമിനിയം ഫിനിഷും എല്ലാം കൂടിയാണ് ഇതിൻ്റെ ഒരു ഭംഗി നിർണ്ണയിക്കുന്നതെന്ന് പറയാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ 2 സ്വിച്ച് കാണും. ഇത് റീജനറേറ്റീവ് ബൂസ്റ്റ് മോഡിലേക്ക് മാറ്റാണ്. അതായത് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടി നമുക്ക് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മോഡാണ് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ആകുന്നത്. ഇത് സ്നോ എന്ന് പറയുന്ന മോഡാണ്. ഇത് സ്നോയിലേക്ക് പോകുമ്പോഴത്തേക്കും ട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള മോഡാണ്. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആപ്പാടെ നമ്മുടെ അതിരപ്പള്ളിയിലുള്ള ഒരു തീം പാർക്കിലല്ലാതെ സ്നോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല എന്നുള്ള യാതൊരു സംശയമില്ല. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഡ്രൈവ് സെലക്ടറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇവിടെ പാർക്ക് ഇത്രയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ റിവേഴ്സായി, അത് വിട്ടിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ന്യൂട്രലായി, ഇങ്ങനെ വയ്ക്കുമ്പോൾ ഡ്രൈവായി. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എന്നിട്ട് പിന്നെ പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പാർക്കായി. ഇവിടേക്ക് വരുമ്പോൾ ഡ്രൈവ് മോഡുകളാണ്. ഡ്രൈവ് മോഡിൽ നമുക്ക് ഇവിടെ മാറുന്നതാണ്. സ്പോർട്ട്, ഇക്കോ എന്ന് പറയുന്ന 2 മോഡുകളാണുള്ളത്. ഇക്കോയിലാകുമ്പോൾ കൂടുതൽ റേഞ്ച് കിട്ടും. പിന്നെ ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അത്രയാണ് നമുക്ക് ഈ ഒരു കൺസോളിൽ കാണാവുന്ന കാര്യങ്ങൾ. ഇവിടെ നല്ലൊരു ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റ് ഉയർത്തുമ്പോൾ സ്റ്റോറേജ് സ്പേസും തിരക്കേടില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. പിന്നെ മുന്നിലെ 2 സീറ്റുകളും വെൻറ്റിലേറ്ററാണ്. ഈ വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളെന്ന് പറയുന്നത് പക്ഷേ ഫിസിക്കൽ സ്വിച്ചുകളില്ല. അത് നമുക്ക് ഈ സ്ക്രീനിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ. ഇനി സ്ക്രീനിലേക്ക് വരാം. സ്ക്രീൻ എന്ന് പറയുന്നത് 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ അല്പം താഴ്ന്നാണ് ഇരിക്കുന്നത്. ഈ താഴ്ന്നിരിക്കാൻ കാര്യം സ്റ്റിയറിംഗ് വീലിൻ്റെ ഇടയ്ക്കൂടെ അത് കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഉയർന്നാണ് ഇതിൻ്റെ ഈ മൊത്തത്തിൽ ഉള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിന് കാരണം നമ്മൾ ഇവിടുന്ന് ഡ്രൈവർ സൈഡിൽ നോക്കുമ്പോൾ ഒരല്പം ഉയർന്ന് വേണമല്ലോ അത് കാണാൻ. കണ്ണ് ഒപ്പം ഈ ഒരു റോഡിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ തോട്ട്ഫുള്ളി ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ഉയർച്ച താഴ്ച വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ ബോധ്യമായി കാണും. എന്തായാലും വളരെ പുതിയ എന്നൊന്നും വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്റർഫേസോ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു കളേഴ്സോ ഒന്നും അല്ല കേട്ടോ. എല്ലാം കുറച്ചൊരു ഡള്ള് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാനിതെല്ലാം പറയുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ EV-കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. കുറേ എക്സൈറ്റിംഗ് ഫീച്ചേഴ്സൊക്കെ അതിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ വളരെ യൂസ്ഫുള്ളാണ്, വളരെ ബ്രൈറ്റാണ്. അതുപോലെ തന്നെ ഇതിലെ ഫോണ്ടുകളൊക്കെ ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു ടാബ്ലറ്റിൻ്റെ രീതികളൊന്നുമില്ല എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഹോമിലേക്ക് പോകാം. ഹോമിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് AC-യുടെ കൺട്രോളുകൾ, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് തന്നെയാണുള്ളത്. പിന്നെ FM റേഡിയോ അതൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഡ്രൈവിംഗ് റേഞ്ച് 434 കിലോമീറ്ററാണ് ഡ്രൈവിംഗ് റേഞ്ച് കാണിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ 90% ചാർജാണുള്ളത്. 90% ചാർജുള്ളപ്പോൾ 434 കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂസ് വെച്ച് കണക്കാക്കണ്ട. കാരണം നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നു, ഓടുന്നു, പിന്നെ സ്റ്റാർട്ടാക്കി ഇടുന്നു, അതൊക്കെ കൊണ്ടാണ്. എന്തായാലും
ഇതിനേക്കാൾ കൂടുതൽ റേഞ്ച് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഒരു യൂസിൽ. പിന്നെ എനർജി ഫ്ലോയുടെ കാര്യത്തിലും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, പിന്നെ EV ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ഇത്തരം പല കാര്യങ്ങളും. എങ്കിൽ പോലും ഈ ഒരു വാഹനം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതിൻ്റെ PD ഒന്നും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയൊക്കെ നോക്കാം. 360 ഡിഗ്രി ക്യാമറയുണ്ട്, അത് അങ്ങനെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും പുതിയ പല വാഹനങ്ങളിൽ കാണുന്ന ക്ലാരിറ്റിയോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താമായിരുന്നു നമുക്ക് തോന്നുന്ന കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും എന്താ പറയുക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അത്തരം കാര്യങ്ങൾ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇനിയുള്ള സൺറൂഫ് എന്ന് പറയുന്നത് സിംഗിൾ പെയിനാണ്. സിംഗിൾ പെയിൻ സൺറൂഫ് ആണെന്ന് മാത്രമല്ല, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതൊരു മൂൺ റൂഫായിട്ട് ഇരിക്കുകയുള്ളൂ. മൂൺ റൂഫ് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നതല്ല അങ്ങേയറ്റം വരെ നീളമുള്ളതാണെങ്കിൽ ഇത് അങ്ങനെയില്ല. ഒരു സിംഗിൾ പെയിൻ മൂൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു പ്രത്യേകതയാണ്, അത് മറ്റു വാഹനങ്ങളിൽ പൊതുവേ കാണുന്ന കാര്യമല്ല. ഇനി നമുക്ക് ഡോർ പാഡിലേക്ക് പോയാൽ, ഡോർ പാഡ് എന്ന് പറയുന്നൊരു ചരിത്ര സംഭവമാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളോ പല തരത്തിലുള്ള ലൈനുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പല തരത്തിലുള്ള ഡിസൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ടാൻ ബ്രൗണും ബ്ലാക്കും അതുപോലെ ഒരു ചെറിയ ഫാബ്രിക് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1-2 ബോട്ടിലൊക്കെ വയ്ക്കാം മോശമല്ലാത്ത രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തിരുന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വിശാലമായ ഗ്ലാസ് ഏരിയ അല്ല. ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ അല്പം കുറവാണെന്ന് തന്നെയാണ് പറയേണ്ടത്. അത് ഈ ഡിസൈൻ രീതി കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. ഇനി മാരുതിയുടെ വാഹനങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുന്ന സ്ക്വയറിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ സ്ക്വയറിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് ഏറ്റവും പുതിയ മഹീന്ദ്ര B6-ലേക്കാണ്. പക്ഷേ അതിനേക്കാളും അത് കുറച്ചുകൂടി ചെറുതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി, കുറച്ചുകൂടി വലുതായിട്ടുള്ള ഈ ഒരു സംഭവമാണ്. എങ്കിൽ പോലും മാരുതി സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് ആര്യാസ് ഹോട്ടലിൽ ബീഫ് ഫ്രൈ കിട്ടുന്ന പോലെ അത്രയും വ്യത്യസ്തമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായാലും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വോളിയം കൺട്രോളുകൾ, ഈ സൈഡിൽ ക്രൂയിസ് കൺട്രോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ പാഡിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മളിവിടെ കണ്ട ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തായാലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മീറ്ററാണ് നമ്മൾ കാണുന്നത്. കളേഴ്സും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. സൈഡിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത് ഫുള്ളി ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു സ്വിച്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്. അത് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്നാലും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. കൂടാതെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്ക് അതിൽ റീച്ച് ആയാലും ടിൽറ്റ് ഒക്കെ ആണെങ്കിലും അതൊക്കെ കാര്യമായ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇതിൻ്റെ താഴെയായിട്ട് സ്പേസ് കാണുമല്ലോ, അത് ഇതിനുമുണ്ട്. ഇവിടെ കുറച്ചൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. കൂടാതെ ചാർജിങ് പോയിൻറ്റുകളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കാര്യമായ രീതിയിൽ. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തിയിട്ടില്ല മാരുതി എന്നാണ് പറയേണ്ടത്. 1-2-3 കുറവ് എന്നാലും പറയാം. ഒന്ന്, ഈ ഒരു പനോരമിക് സൺറൂഫ് ഇല്ല എന്നുള്ള കാര്യം. 2, ഒരു ഡ്യുവൽ സോണെങ്കിലും ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കാമായിരുന്നു എന്നുള്ള കാര്യം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കുറവായിട്ട് കാണാവുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ടാബ്ലറ്റ് പോലുള്ള സ്ക്രീൻ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏറ്റവും പുതിയ വാഹനങ്ങളിൽ അത് കണ്ട് പരിചയിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു മോശം കാര്യമായിട്ട് കണക്കാക്കേണ്ടതുമില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഇൻഫിനിറ്റിയുടെ ഗംഭീരമായ മ്യൂസിക് സിസ്റ്റം. അതും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ട് പറയേണ്ടതാണ്. പിന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പിൻ സീറ്റ് കംഫർട്ട് നോക്കാം. പിൻ സീറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മാരുതിയുടെ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിൽ 99.99% പേരും ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സഞ്ചരിക്കുന്നവരാണ്. നോക്കാവേ. അപ്പോൾ പിൻഭാഗത്ത് കയറിയിരിക്കുന്ന സെക്കൻഡ് നമുക്ക് തോന്നുന്നൊരു കാര്യം തൈ സപ്പോർട്ട് കുറവാണല്ലോ എന്നുള്ള കാര്യമാണ്. തൈ സപ്പോർട്ട് ഇത് എൻ്റെ കാലിവിടെ താഴെ ഈ സീറ്റിൽ മുട്ടുന്നില്ല. അത് പൊതുവേ EV-കളുടെ ഒരു സ്വഭാവമായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഈ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഐസ് എഞ്ചിനുള്ള വാഹനങ്ങൾ EV ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴെ നല്ല തിക്കായിട്ട് ബാറ്ററി ഇങ്ങനെ വിരിച്ചിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ EV പ്ലാറ്റ്ഫോമുകളിൽ തന്നെ EV-കൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഇത് ഒരു പക്ക EV പ്ലാറ്റ്ഫോം അല്ല എന്ന് വീണ്ടും തെളിയിക്കുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോഴും ഈ ഒരു ഫ്ലോർ ഞാൻ അല്പം ഉയർന്നു നിൽക്കുന്നത്, തൈ സപ്പോർട്ട് അല്പം കുറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കാര്യം ഇങ്ങനെ വെച്ചാൽ കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള കാര്യമാണ് പറഞ്ഞത്. അത് അല്പം കൂടി ഒരു തൈ സപ്പോർട്ട് ആകാമായിരുന്നു എന്ന് തോന്നുന്നു. പിൻഭാഗത്തേക്ക് ഈ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോയിൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സീറ്റ് നമുക്ക് ഗംഭീരമായിട്ട് മുന്നോട്ടും താഴോട്ടും പിന്നിലേക്കും ഒക്കെ നീക്കാം. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് കൂട്ടണമെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിന്നിലേക്ക് അങ്ങനെ സ്ലാൻഡിങ് ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. മുന്നിലേക്ക് നമ്മൾ ഈ സീറ്റ് നീക്കിയിട്ടിട്ട് വേണമെങ്കിൽ ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്താവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 3 പേർ സുഖമായിരിക്കുന്ന സെറ്റപ്പാണ് പിൻഭാഗത്തുള്ളത്. അതിനുള്ള വീതിയുണ്ട്. അതുകൂടാതെ നല്ല ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ ഉണ്ട്. എങ്കിൽ 2 പേരെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു നടുവിലുള്ള ഭാഗം ഒരു ആംബ്രസ്റ്റാക്കി മാറ്റാം. 2 കപ്പ് ഹോൾഡേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്.
അതൊരു പുതിയ സംഭവമാണ് കേട്ടോ. ഇത് അധികം കണ്ടിട്ടില്ലാത്ത കാര്യം. എന്ന് തന്നെയല്ല, അതിലേക്ക് അത് നേരെ ബൂട്ടിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ബൂട്ടിൽ നമുക്ക് ചില സാധനങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചാർജറൊക്കെ അതിന് ഇരിപ്പുണ്ട്. അത് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി ഇങ്ങനെ എടുക്കുകയും ചെയ്ത് പഴയ സ്കോഡയുടെ ഒക്കെ ഒരു ലൈനാണ്. അതാണ് ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഹെഡ് റൂമാണ്. ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ അമിതമായ പൊക്കമുള്ള ആളല്ലെങ്കിൽ സുരേഷ് ഗോപി, ബാബു ആന്റണി തുടങ്ങിയവരൊക്കെ ഉണ്ടല്ലോ. അല്ലെ, കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ റാപ്പിഡ് ഫയറിൽ വന്ന വളരെ ഉയരമുള്ളൊരു യുവാവ്, അവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ തല ഉരഞ്ഞുകൊണ്ടിരിക്കും. അത് ഇതിൻ്റെ ഒരു ഡിസൈൻ രീതിയുടെ പ്രശ്നമായിട്ട് കണക്കാക്കാവുന്ന കാര്യമാണ്. സാധാരണ ഉയരമുള്ള നോർമലായിട്ടുള്ള മനുഷ്യർക്കൊക്കെ ഇരിക്കാൻ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഫുൾ ബ്ലാക്ക് ആണല്ലോ, റൂഫ് അടക്കം ബ്ലാക്കാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പനോരമിക് സൺറൂഫ് ഇല്ല, അത് ഇവിടം വരെ ഒന്നും വന്ന് നിൽക്കുന്നില്ല. അതുപോലെ ഈ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് അല്പം ചെറുതാണ്. അതൊക്കെ വരുമ്പോഴത്തേക്കും പിൻഭാഗത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഭയങ്കര പ്രസന്നമായ ഒരു ഉൾഭാഗമൊന്നും പ്രതീക്ഷിക്കരുത്. തരക്കേടില്ലാത്ത പിൻഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ ബോട്ടിലേക്ക് വയ്ക്കാം. അത് നല്ലൊരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും അതിലുമില്ല. അപ്പോൾ എന്തായാലും ഈ ലെഗ് സ്പേസിൻ്റെ കാര്യം മോശമല്ല. കാരണം 2.7 മീറ്റർ വീൽ ബേസ് എന്ന് പറയുമ്പോൾ ലെഗ് സ്പേസ് മോശമല്ല. ഇതൊരല്പം മുന്നിലേക്കാണ് ഞാൻ കയറ്റിയിട്ടിരിക്കുന്നത്. ഇത് പിന്നിലേക്ക് വേണമെങ്കിലും ഇത്രയൊക്കെ ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ സീറ്റിൻ്റെ അത് ഞാൻ പറയാൻ വിട്ടു. മുൻഭാഗത്തായാലും പിൻഭാഗത്തായാലും സീറ്റിൻ്റെ ഒരു അപ്ഹോൾസ്ട്രി ആയാലും അതിൻ്റെ കുഷനിങ്ങും ഒക്കെ ഗംഭീരമാണ്. ഇപ്പോൾ ഇതുണ്ട്, ഈ നടുവിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫാബ്രിക്കാണ്. എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോകാതെ നമ്മളെ കാത്തു സൂക്ഷിക്കും. അത്തരം കാര്യങ്ങളൊക്കെ വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് മാരുതി ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഗംഭീരമാണ്. എന്തായാലും ഇൻറ്റീരിയർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ പ്രീമിയം ലുക്കുള്ള ഇൻറ്റീരിയറാണ്. പ്രീമിയം ലുക്കാണ്, അല്ലാതെ ഒരു വ്യത്യസ്തതയല്ല പറയേണ്ടത്, പ്രീമിയം ലുക്കാണ്. വ്യത്യസ്തതയ്ക്ക് വേണ്ടി പോകുന്നവരെപ്പോഴും നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതിയ മറ്റു ചില വാഹനങ്ങളിലേക്ക് പോയേക്കാം. പക്ഷേ മാരുതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും ഗംഭീരമായ ഇൻറ്റീരിയർ, ഏറ്റവും മനോഹരമായ കൺസോൾ, അതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ വിറ്റാരയിലാണ്. അപ്പോൾ നമുക്കിനി വാഹനം ഓടിച്ചോ അല്ലേ. ഇന്ത്യയിൽ ഏത് സെഗ്മെൻറ്റ് നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടക്കം വിടുന്നത് മാരുതി ആയിരിക്കും. അതിനുശേഷം അത് ഏറ്റവും ഹിറ്റാക്കി എടുക്കുന്നത് മാരുതി ആയിരിക്കും. മിക്ക സെഗ്മെൻറ്റുകളിലും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലും മാരുതിയിലാണ്. പക്ഷേ EVയുടെ കാര്യത്തിൽ മാത്രം മാരുതി എന്തുകൊണ്ടോ ആ ഒരു കുതിച്ചാട്ടം നടത്തിയില്ല. മറ്റു പല വാഹന നിർമ്മാതാക്കളും വർഷങ്ങളായി EVയിലെത്തിയിട്ടെങ്കിലും മാരുതി എന്തുകൊണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മാരുതി ഇലക്ട്രിക് വാഹനത്തിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ വൈകിപ്പോയി എന്നുള്ള സത്യമാണ്. കാരണം ഒരു ഏർലി ബേർഡ് എന്ന് പറയുന്ന ആ ഒരു കൺസിഡറേഷൻ ഇനിയിപ്പോൾ മാരുതിക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ കിട്ടില്ല. മാരുതി എപ്പോഴും ഇന്ത്യയിൽ അതൊരു സാധാരണക്കാരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചു പോരുന്നത്. സാധാരണക്കാരന് വാങ്ങിക്കാവുന്ന വാഹനങ്ങൾ, ഫ്യൂവൽ എഫിഷ്യൻ്റായ വാഹനങ്ങൾ, മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞ വാഹനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മാരുതി ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ചെറിയ EV സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ EV കൊണ്ടുവരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതെങ്കിൽ മാരുതി അങ്ങനെയല്ല ചെയ്തത്. ഏറ്റവും അധികം മത്സരം നടക്കുന്ന മിഡ് സൈസ് EV SUV സെഗ്മെൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ വാഹനങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇപ്പം മഹീന്ദ്രയുടെ EVകൾ, ടാറ്റയുടെ കർവ്, ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ടാറ്റ സിയറ, കൂടാതെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെക്സോൺ പോലുള്ള വാഹനങ്ങൾ, അങ്ങനെ ധാരാളം വാഹനങ്ങളുള്ള ഒരു സെഗ്മെൻറ്റിലേക്കാണ് മാരുതി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരം വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ നവംബറിലാണ് ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ ഡെബ്യൂ നടന്നത്. ഗ്ലോബൽ ഒരു ലോഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജനുവരിയിൽ ഇന്ത്യയിൽ ഓട്ടോ എക്സ്പോയിൽ ലോഞ്ചും കഴിഞ്ഞു.
പക്ഷേ ഇപ്പോഴും ഈ നിമിഷം വരെ മാരുതി ഇതിൻ്റെ സ്പെക്കുകളൊന്നും വെളിവിട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എൻ്റെ മീഡിയ ഡ്രൈവ് കഴിഞ്ഞിരുന്നു, ആ സമയത്ത് ഞാൻ ഇന്ത്യയിലില്ലായിരുന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. ആ സമയത്തും നിങ്ങൾ റിവ്യൂസ് നോക്കി കാണാം, ഒരു സ്പെക്കും കൊടുത്തില്ല മീഡിയയ്ക്ക്. എല്ലാവരും വായി തോന്നിയ കോതയ്ക്ക് പെട്ടാം, അല്ലെങ്കിൽ തന്നെ പ്രധാനമായിട്ട് അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും ഇതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി എവിഡൻ്റ് ആയിരുന്നു അത്തരം കാര്യങ്ങളിൽ. പിന്നെ എല്ലാം അവിടെ നിന്ന് ചോർന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് ഈ വാഹനം നിർമ്മിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗ്ലോബലി പല രാജ്യങ്ങളിൽ ഇത് വിൽക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് UK പോലുള്ള രാജ്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്പെക്കുകളാണ് നമ്മളധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരം സ്പെക്കുകളിൽ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ടയർ സൈസ് ഇത് 18 ആണെങ്കിൽ അത് 19 അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഓൾ വീൽ ഡ്രൈവ് ഇല്ല, അവിടെ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. അത്തരം വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കും ഈ ഒരു സ്പെക്കുലേഷൻ കൂടി കിട്ടിയ സ്പെക്കുകൾ മാത്രമേ ഇതിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. എങ്കിലും ഓവറോൾ ആയിട്ടുള്ള ഡ്രൈവിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ EVകൾ കാണുന്ന വളരെ ക്വിക്കുള്ള ആക്സിലറേഷൻ, അത് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്സിലറേഷൻ ഒന്ന് കുറച്ചിട്ട് അല്പം മൈൽഡാണ്. ഗ്രാജുവലി ഇത് സ്പീഡ് എടുത്ത് പോകുന്ന രീതി തന്നെയാണുള്ളത്. പക്ഷേ വളരെ പവർഫുള്ളാണ്. അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. 9.25 സെക്കൻഡ്സാണ് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. ഈ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് ബാറ്ററി പാക്കുള്ള മോഡലിലെ കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ടാറ്റ കെർവിൻ്റെ അതേ 0 to 100 ആണ്. പക്ഷേ ഇപ്പം പുതിയ പല വാഹനങ്ങൾ വന്നപ്പോൾ അതിനേക്കാളൊക്കെ വളരെ മുമ്പ് 5 സെക്കൻഡിലൊക്കെ 100 കിലോമീറ്റർ വേഗത എടുക്കുന്ന വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഒരു ഫാമിലി ഓറിയൻറ്റഡ് വാഹനം എന്നുള്ള നിലയ്ക്ക് 9.25 സെക്കൻഡ്സ് ഈസ് ഇനഫ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ സീറ്റിംഗ് പൊസിഷൻ ആയാലും സ്റ്റിയറിങ്ങിൻ്റെ ആ പൊസിഷൻ ആയാലും എല്ലാം തന്നെ വളരെ പക്കയാണ്. നമ്മൾ നല്ല ഹൈറ്റിലിരുന്നാണ് ഇപ്പോൾ ഓടിക്കുന്നത്. നല്ല ബോൾസ്റ്റേഴ്സൊക്കെ ഉള്ള നല്ല സീറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. പിന്നെ വളരെ ഭംഗിയുള്ള ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പം ബാറ്ററി പാക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അതെല്ലാം സ്പെക്കുലേഷനാണ്. 2 ബാറ്ററി പാക്കുകളാണ് ഇതിൽ. 2 തരത്തിലുള്ള ബാറ്ററി പാക്കുകളും 2 റേഞ്ചുമുള്ള വാഹനമാണിത്. ആകെ 3 വേരിയൻസ് ആണെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഈ ഒരു എൻട്രി ലെവൽ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റും 2 ഏറ്റവും കൂടിയ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്കുള്ള വേരിയൻറ്റും. ഇതാണ് ഇതുവരെ നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം. അപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ മോഡലിനാണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡലിനാണ് 534 കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്നത്. പക്ഷേ അതും മാറാം. കാരണം വെച്ചാൽ ഇതിനകത്ത് 3 ഡ്രൈവ് മോഡുണ്ട്. ഇക്കോ, നോർമൽ, സ്പോർട്ട് 3 ഡ്രൈവ് മോഡൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ റേഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ കാര്യമായ വ്യത്യാസം സംഭവിക്കാം. പക്ഷേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായ ബ്രേക്കിംഗ് ഉണ്ട്. ഞാനിപ്പോൾ ഞാൻ ആ സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ വാഹനം അങ്ങ് നിന്ന മട്ടായി. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്ത പോലെ തന്നെയായി. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഞ്ച് കൂടുതലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത്, നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ പതുക്കെയാണ് പോകുന്നത്. 3.7 കിലോവാട്ട് ആണ് പെർ കിലോമീറ്ററിന് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവിംഗ് റേഞ്ച് 404 കിലോമീറ്റർ, 86% ചാർജ് ബാക്കിയുമുണ്ട്. അതാണ് കാണിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഒരു വേരിയൻറ്റും അതുപോലെ 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഒരു വേരിയൻറ്റും, ഇത് രണ്ടുമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ടോപ്പ് എൻഡ് മോഡലിൽ 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡൽ 174 BSP ആണ് മാക്സിമം പവർ മോട്ടറിന് കൊടുത്തിരിക്കുന്നത്. 144 BSP ആണ് ഈ ഒരു 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിലുള്ളത്. ഇപ്പോൾ 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിനാണ് 543 കിലോമീറ്റർ റേഞ്ച് പറയുന്നതെങ്കിൽ 49 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിന് 344 കിലോമീറ്ററാണ് റേഞ്ച്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 543 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 520 വരെയൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു വളരെ ദീർഘദൂരം ഓടിച്ച നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അപ്പോൾ അത് മോശമല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. 500 മുകളിൽ റേഞ്ച് കിട്ടുകയാണെങ്കിൽ മോശമല്ല. കൃത്യമായ ചാർജിങ് ടൈമും ഒന്നും കമ്പനി വെളിവിട്ടിട്ടില്ല. എന്തായാലും UK സ്പെക്ക് കാറുകളിൽ അതിൻ്റെ റിവ്യൂസിലൊക്കെ പറയുന്നത് ഫുൾ ചാർജിന് 10% ഫുൾ ചാർജ് എന്ന് പറയുന്നത് 5 hours എടുത്തു എന്നുള്ളതാണ്. അതുപോലെ 11 കിലോവാട്ടിൻ്റെ AC ചാർജ് ആണെങ്കിൽ 45 മിനിറ്റ്സ് കൊണ്ട് 10% 80% എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എല്ലാം കേട്ടുകേൾവി മാത്രമാണ് പറയാവുന്നത്. എന്തായാലും ഫാസ്റ്റ് ചാർജിങ്ങിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമായതുകൊണ്ട് ചാർജിങ് ടൈം ഒരു വലിയ പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല. ഇനി സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, ESC ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ലെവൽ 2 ADAS ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലെവൽ 2 ADASൽ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. എന്ന് തന്നെയല്ല, ഭാരത് എൻക്യാപ്പിൽ ഇന്ത്യയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗും ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാരുതിയെ സംബന്ധിച്ച് മാരുതിയുടെ വാഹനങ്ങളെ ഏറ്റവും വെയിറ്റ് കൂടിയ വാഹനമാണ് 1.8 ടൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ മറ്റ് പല EVകൾക്കും അതിനേക്കാളും വെയിറ്റ് ഉണ്ട്. എങ്കിൽ പോലും മാരുതിയെ സംബന്ധിച്ച് വെയിറ്റ് കൂടിയ വാഹനമാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റാണ് സസ്പെൻഷൻ, അത് സുഖകരമായ യാത്ര സമ്മാനിക്കുന്നുണ്ട്. പിന്നെ കോർണറിംഗ് ഒക്കെ ആണെങ്കിലും ഗംഭീരമാണ്. അത്തരം കാര്യങ്ങളും സ്ട്രെയിറ്റ് ലൈൻ എബിലിറ്റി, അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ്. നല്ല കൺട്രോൾ നമുക്ക് കിട്ടും. സ്റ്റിയറിംഗ് കുറച്ച് ലൈറ്റാണ്. സാധാരണ നമ്മൾ EVകൾ കാണുന്നതിൽ കുറച്ച് ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്തത്.
പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ NVH ലെവലുകൾ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. കാരണം ഞാനിപ്പോൾ ഫുൾ കാല് കൊടുത്ത് പോകുമ്പോൾ ശരിക്കും ടയർ നോയ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ വിൻഡിൻ്റെ നോയ്സും കിട്ടുന്നുണ്ട്, ഒരു എന്നൊരു സൗണ്ട് നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ ആദ്യകാലത്ത് വളരെ പ്രധാനപ്പെട്ട ചില മാനുഫാക്ചേഴ്സ് ഉണ്ടെന്ന് EVകളുടെ കാര്യത്തിലൊക്കെ എന്നും പ്രശ്നങ്ങളായിരുന്നു. മാരുതിയുടെ കാര്യത്തിൽ അതുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2 വർഷത്തിലധികമായി ഇത് ഈ ഒരു രൂപത്തിൽ തന്നെ ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട്, അപ്പം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും റോഡിലൂടെ ഓടിച്ച് തന്നെ പരിഹരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഈ NVH പോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ചെറിയൊരു പോരായ്മ നമുക്ക് തോന്നുന്നത്. എന്തായാലും അടുത്തൊരു വാഹനം വരുമ്പോൾ അതെല്ലാം പൂർണ്ണമായും പരിഹരിച്ചുള്ള വാഹനങ്ങളായിരിക്കും മാരുതിയിൽ നിന്ന് വരാൻ പോകുന്ന EVകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാം. മാരുതിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ട്, വിശ്വാസ്യതയുണ്ട്. പിന്നെ ഇത്രയും കാലം ടെസ്റ്റ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള മെച്ചപ്പെടുത്തലുകളെല്ലാം ഓൾറെഡി നടന്നൊരു വാഹനമാണിത്. പിന്നെ മാരുതി ഒരു EV കൊണ്ടുവരുമ്പോൾ ഇതിലൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അത് മാരുതി കൊണ്ടുവരുന്നതുകൊണ്ട് മാത്രമല്ല, മാരുതിയെ കമ്പയർ ചെയ്യാൻ ധാരാളം EVകൾ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ അതിനേക്കാളൊക്കെ ബെറ്ററുള്ള EV ആയിരിക്കും കൊണ്ടുവരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ അങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ എന്നുള്ളൊരു പോരായ്മയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും മാരുതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഫുൾ സ്പെക്കൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഒരു പൂർണ്ണതയോടുകൂടിയുള്ള ഒരു റിവ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ഖേദകരമായ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ മാരുതി സുസുക്കി ഈ വിറ്റാരയുടെ ഫൈനൽ വില മാരുതി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും ഒരു സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 19 ലക്ഷം രൂപയിൽ ആരംഭിക്കുകയും ഒരു 23 ലക്ഷം രൂപയിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്ന 3 വേരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇപ്പോഴും മാരുതി വെളിയിൽ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ വിറ്റാരയുടെ കാര്യത്തിൽ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. സ്പെക്ക് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും എന്തൊക്കെയോ ദുരൂഹത മാരുതി വെച്ച് പുലർത്തുന്നുണ്ട്. എല്ലാം ഈ ഒരു പ്രൈസ് അവർ അനൗൺസ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ദുരൂഹതയൊക്കെ മാറുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ആ വിലയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിറ്റാര എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കൃത്യമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്നൊരു വിലയായിരിക്കും എന്നുള്ള സംശയമില്ല. പിന്നെ മാരുതിയുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മാരുതി ഈ വാഹനം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ മാരുതിയുടെ എല്ലാ സർവീസ് സെൻറ്റേഴ്സിലും സെയിൽസ് സെൻറ്റേഴ്സിലും എല്ലാം ചാർജിങ് പോയിന്റുകളും കൊണ്ടുവന്ന് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും എനിക്ക് തോന്നുന്നൊരു 10-25 കിലോമീറ്റർ ഒരു മാരുതിയുടെ സർവീസ് സെൻ്ററൊക്കെ ഉണ്ടാകും. അവിടെ എല്ലാം നിങ്ങൾക്ക് ഈ വാഹനം ചാർജ് ചെയ്യാന്നുള്ള പ്രത്യേകതയാണ്. പിന്നെ വളരെ കുറഞ്ഞ ചാർജിൻ്റെയും പോലുള്ള കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ മാരുതിയുടെ തുടക്കമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. മാരുതി ആദ്യമായി ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുവന്നിരിക്കുന്നു. ഇനി കൊണ്ടുവരാൻ പോകുന്നതെല്ലാം നമ്മളെ ഞെട്ടിക്കുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. എങ്കിൽ പോലും മാരുതി പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ടൊരു വാഹനം കൊണ്ടുവരുമ്പോൾ അത് തികച്ചും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വാഹനമായിരിക്കും. പിന്നീടാണ് അല്പം കൂടി മുകളിലേക്കുള്ള വാഹനങ്ങളെ കൊണ്ടുവരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ വിറ്റാര എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ വിലയുള്ളൊരു വാഹനമാണെങ്കിൽ ഇനി മാരുതി കൊണ്ടുവരാൻ പോകുന്ന EVകൾ തീർച്ചയായിട്ടും സാധാരണക്കാരിലേക്ക് എത്തുകയും അങ്ങനെ മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പോപ്പുലർ ആവുകയും ചെയ്യും. അതാണ് പൊതുവെ മാരുതി ചെയ്തു വരുന്നൊരു കാര്യം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഉള്ളത്. പക്ഷേ നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കാവുന്നൊരു വാഹനമാണ്. എല്ലാ തരത്തിലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനവും വിജയിക്കാതിരിക്കാൻ തരമില്ല. മാരുതിയുടെ തലയിലെടുത്ത് വെച്ച് നോക്കുമ്പോൾ മാരുതിയുടെ ഏത് വാഹനമാണ് വിജയിക്കാതെ പോയെന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഈ വിറ്റാരയും വിജയമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കും. അപ്പോൾ ഈ വിറ്റാരയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രവാസികൾക്കായുള്ള ഒരു ടേം ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടി അതിനെപ്പറ്റി ഉറപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെ താരതമ്യം ചെയ്ത് പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാരയോടും നിങ്ങളോടും ഇവിടെ പറയുന്നു. ബൈ.